ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വരികയാണ് കേട്ടോ. ആദ്യം നയനെക്കുറിച്ചൊന്നും അറിയുന്നില്ലെങ്കിലും അതിനൊക്കെ ശേഷം നയനെയാണ് കരൾ കൊടുത്തതെന്നുള്ള വിവരം അറിഞ്ഞ് നന്ദാവനത്തിൽ നിന്ന് നയനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അതിനൊക്കെ ശേഷമുള്ള ഒരു ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ദേവയാനി. അതാണെങ്കിൽ ആർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടുമില്ല കേട്ടോ. ജലജയും ജാനകിയും അനാമികയും രേവതിയും എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറ്റപ്പെടുത്തി ഇരിക്കുന്ന സമയമാണ്. പക്ഷേ ദേവയാനി എല്ലാത്തിൽ നിന്നും നയനയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നയനെ ഇങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേവയാനി അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, മോളെ എന്താ നീ ഉണ്ടാക്കുന്നത്? അമ്മ ഉച്ചയ്ക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാനും കൂടെ സഹായിക്കാം, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരാമെന്ന് പറയുക. അപ്പോൾ നയന പറയുന്നുണ്ട്, അയ്യോ വേണ്ട അമ്മേ, അമ്മയൊന്നും ചെയ്യണ്ട, അമ്മ ഇപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞല്ലേ, അതിൻ്റെ ക്ഷീണമൊക്കെ കാണും, ഞാൻ തന്നെ ഇതൊക്കെ ചെയ്തോളാം എന്ന് പറയുന്നു. അപ്പോൾ ദേവയാനിയുടെ മനസ്സിലുണ്ട്, നയനയ്ക്കും സർജറി കഴിഞ്ഞല്ലേ എന്നുള്ള. അപ്പം പറയണേ, അതൊന്നും കുഴപ്പമില്ല മോളെ, മോക്കും നല്ല ക്ഷീണമുണ്ടല്ലോ, അതുകൊണ്ടാണ് അമ്മ സഹായിക്കാമെന്ന് പറഞ്ഞത്, മറ്റവരും ഒന്നിനെയും കാണാനില്ല, അവളുമാരൊന്നും വരികയില്ല. അപ്പം നയന പറയാം, അവരൊന്നും വരണ്ട, ഞാൻ ഈ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നല്ലേ, അതിനി ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാമേ. അപ്പോൾ പറയാണ് ദേവയാനി, കേട്ടോ വേണ്ട, ഞാനും കൂടെ കൂടാം, ഇതിന് നീ ഒരു ഇതും പറയണ്ട, മുടക്കും പറയണ്ട എന്ന് പറയുക. എന്നിട്ട് ദേവയാനിയും കൂടി അടുക്കളയിലിരുന്ന് നയനയെ ഹെൽപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ പറയുന്നുണ്ട്, ആഹാ ദേവയാനി അടുക്കളയിലൊക്കെ കയറിയോ, അതും നയനമോളുടെ കൂടെ, നല്ല കാര്യമായി ദേവയാനി, ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. എന്തായാലും നയനമോക്ക് ഒരു സഹായമായല്ലോ. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. നിങ്ങൾ അമ്മായിയമ്മയും മരുമകളും ഭയങ്കര സ്നേഹത്തോടു കൂടി ഇങ്ങനെ ഒത്തൊരുമയോടും കൂടി പോകണം എന്നുള്ളതാണ് ഞങ്ങളും ആഗ്രഹിച്ചത്. ഏതായാലും അതൊക്കെ കാണാൻ പറ്റിയല്ലോ എന്ന് പറയാണ് മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ. അപ്പോഴേക്കും ദേവയാനി പറയണം, അങ്ങനെ ഒരു സഹായം ഇവക്ക് ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇവൾ തന്നെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് വല്ലാത്തൊരു വിഷമം തോന്നി, അതാണ്. മറ്റുള്ളവരാരും അടുക്കളയിൽ കയറാൻ കൂട്ടാക്കുന്നുമില്ല എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തൊരു സമാധാനമായി. ആദർശ മോനും നയനയും കൂടി ആദ്യമൊക്കെ വഴക്കായിരുന്നു, അത് കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ എന്തുമാത്രം വിഷമം ഉണ്ടായെന്നറിയാവോ. അതൊക്കെ ശരിയായി, മോൻ നയനയെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ദേവയാനിയായിരുന്നു, ദേവയാനിക്ക് അവളെ കാണാനേ മേലായിരുന്നു. അത് എന്തുമാത്രം വിഷമമാണ് ഞങ്ങൾക്കും അതുപോലെ ആദർശ മോനും ഒക്കെ ഉണ്ടാക്കിയത്. ഇപ്പോൾ അതുമൊക്കെ മാറി, നിങ്ങളെല്ലാവരും ഒന്നിച്ചല്ലോ, അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനി അഭിയും നവ്യയും എല്ലാം അവരും ഒന്നിച്ചാൽ മതിയായിരുന്നു, എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് വരികയാണ് കേട്ടോ ജലജയും ജാനകിയും ഒക്കെ കൂടി. എന്നിട്ട് പറയുന്നുണ്ട് ജാനകി, ദേവയിടത്തെ അടുക്കളയിൽ കയറിയോ? ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പതിവൊന്നും ഇല്ലായിരുന്നല്ലോ, എന്താ ഇപ്പോൾ ഇവളെ സഹായിക്കാനൊക്കെ കയറാനായിട്ട്? അപ്പോഴേക്കും ഉടനെ തന്നെ ദേവയാനി പറയാ, അതെന്താ ജാനകി, എനിക്കിവിടെ കയറിക്കൂടെ? ഞാനും ഈ വീട്ടിലെ മരുമകളല്ലേ, ഞാനും അടുക്കളയിൽ കയറി അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ജാനകി പറയാണ്, അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പക്ഷേ നയനയുടെ കൂടെ അങ്ങനെ ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല. ഇപ്പം നയനയുടെ കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന കണ്ടുകൊണ്ട് ഞങ്ങൾ ചോദിച്ചതാ. അപ്പോൾ ഉടനെ ജലജയും പറയാണ്, ശരിയാ, ഏടത്തേക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് എന്തൊക്കെയോ കാര്യമായ മാറ്റമുണ്ട്. ഇവളെ കണ്ണുകീറി കാണാൻ മേലായിരുന്നു, ഇപ്പോൾ ഇവളോടൊരിത്തിരി സ്നേഹമൊക്കെ ഇല്ലേന്ന് സംശയമുണ്ട് എന്ന് പറയുമ്പം ദേവയാനി പറയാം, എനിക്കങ്ങനെ സ്നേഹമൊന്നുമില്ല, ഞാൻ പിന്നെ ഒരാവശ്യം വന്നപ്പം ഇവൾ തന്നെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടപ്പം കയറിയുന്നേ ഉള്ളൂ. ഇവൾ മാത്രമല്ലല്ലോ, നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നതല്ലേ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തേക്കാന്ന് വെച്ചതാ എന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, വേണ്ടമ്മേ ചെയ്യണ്ട, ഞാൻ പറഞ്ഞതല്ലേ വേണ്ടാന്ന്, ഞാൻ തന്നെ ചെയ്തോളാം, എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയല്ലേ ചെയ്യാറ് എന്നൊക്കെ പറയുമ്പം അനാമിക പറയാണ്, അവളുടെ സ്ഥിരം ഡയലോഗ് ഇറക്കിയല്ലോ, നന്മമാരം കളിക്കുന്ന കണ്ടില്ലേ, ആരും ഒന്നും ചെയ്യണ്ട, എല്ലാം അവൾ തന്നെയേ ചെയ്യാറെന്ന്. ഇങ്ങനെ സോപ്പിട്ട് എല്ലാവരെയും വീഴ്ത്തി വെച്ചിരിക്കുന്നത്. ഈ കുടുംബത്തിലുള്ളവരെ പലരെയും അവൾ വീഴ്ത്തിയിട്ടുണ്ട്. ഇപ്പം വല്യമ്മയും ആ വലയിൽ വീണെന്നാ എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പം ദേവയാനി അനാമികയോട് ദേഷ്യപ്പെടുകയാണ്. അനാമിക ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട, നയന ഇപ്പോൾ പറഞ്ഞതിൽ എന്താ കുഴപ്പം, എന്നോട് ചെയ്യേണ്ടെന്നല്ലേ അവൾ പറഞ്ഞത്, എൻ്റെ ഇഷ്ടത്തിനാണ് ഞാനിത് ചെയ്യുന്നത് എന്നൊക്കെ ദേവയാനിയും പറയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം അനാമികയും ഹനിയും കൂടി ഒന്ന് പുറത്തൊക്കെ പോവാണ്.
പുറത്തൊക്കെ പോയിട്ട് വരുന്ന വഴി വണ്ടിയൊന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ട് കുറച്ച് സമയം വഴിയിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വഴിയിൽ നിന്ന് ആകെപ്പാടെ വെയിലെല്ലാം കൊണ്ട് അനാമിക ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. അതിനുശേഷം അനാമിക അനിയോട് പറയുന്നുണ്ട്, നമുക്ക് പോയി കുറച്ച് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. അന്നേരം അനി പറയാ, വീട്ടിൽ ചെന്നിട്ട് കഴിച്ചാൽ പോരെ, വീട്ടിൽ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഏടത്തി. ഓ, നിൻ്റെ ഏടത്തിയുടെ ഭക്ഷണം കഴിക്കാനായിരിക്കും, അതൊന്നും പോരാ, എനിക്ക് കടയിൽ കയറി ബിരിയാണി തന്നെ കഴിക്കണം എന്ന് പറയാണ്. എനിക്കിപ്പോൾ ബിരിയാണി കഴിക്കാൻ തോന്നുന്നുണ്ട്, അതുകൊണ്ട് അത് തന്നെ വാങ്ങണം എന്ന് പറയുമ്പോൾ അനി പറയാണ്, അതൊക്കെ നിൻ്റെ നിർബന്ധമാണ്, വീടെത്താറായല്ലോ, ഇനിയിപ്പം എന്തിനാണ് വെറുതെ ബിരിയാണി കഴിക്കുന്നത്, എനിക്ക് വേണമെന്ന് പറഞ്ഞില്ലേ, നിനക്കതെങ്കിലും വാങ്ങിത്തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പം അനി പറയാണ്, വാ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കടയിൽ പോയി ബിരിയാണി വാങ്ങി കഴിക്കുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, എനിക്ക് വേണ്ട കേട്ടോ എന്ന് പറയുമ്പം ഉടനെ അനാമിക ചോദിക്കുക, അതെന്താ നിനക്ക് വേണ്ടാത്തത്, എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മേലേന്ന് ചോദിക്കും. ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ചതാണ്, ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നാൽ കഴിക്കുകയും ചെയ്യാം, ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബിരിയാണി കൂടി കഴിക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാണ്, നിൻ്റെ ആവശ്യത്തിന് നീ കഴിച്ചോളൂ എന്ന് പറയാണ്. അങ്ങനെ അനാമിക വയറ് നിറച്ച് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ച് അവർ ഒരു ഓട്ടോയിലാണ് വന്ന് അനന്തപുരിയിൽ ഇറങ്ങുന്നത്. അപ്പോൾ തന്നെ വീടിൻ്റെ വാതിക്കൽ ജാനകിയും ജലജയും ദേവയാനിയും ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവർ ഓട്ടോയിൽ വരുന്നത് കണ്ടുകൊണ്ട് ജാനകി ചോദിക്കാം, എന്താ അനാമിക മോളെ, നിങ്ങൾ കാറിൽ പോയിട്ട് ഇപ്പോഴെന്താ ഓട്ടോയിൽ വരുന്നത്, എന്ത് പറ്റി, എന്താ പ്രശ്നം? അപ്പോൾ അനാമിക ആകെ വേഗിയാത്ത പോലെ പറയാണ് കേട്ടോ, അതെൻ്റെ അമ്മേ, ഒരു പോക്ക് പോയതല്ലേ, ആ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ട് ആ വഴിയിൽ എത്ര നേരം നിന്ന് വെയിൽ കൊണ്ടെന്നറിയാവോ, അതിന് ശേഷമായി ഈ ഓട്ടോയിൽ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പം ജാനകി പറയുന്നു, അയ്യോ എൻ്റെ മോള് ഈ വെയിലത്തൊക്കെ നിന്ന് ആകെപ്പാടെ വാടിപ്പോയല്ലോ, എന്ത് ചെയ്യാം, പാവം നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് ഒരു ജ്യൂസ് എടുക്കട്ടെ മോളെ എന്ന് ചോദിക്കുമ്പം അനാമിക മനസ്സിൽ വിചാരിക്കുകയാണ്, ദൈവമേ ഇനി ഒരു ജ്യൂസ് കൂടി കുടിക്കാനുള്ള വയറൊന്നുമില്ല, ആ ബിരിയാണി എല്ലാം കൂടെ വലിച്ച് കയറ്റിയതാ എന്ന് വിചാരിച്ച് എന്നിട്ട് പറയാണ്, ആ എടുത്തോ അമ്മയെന്ന് പറയാം. അനിയാണെങ്കിൽ അകത്തേക്ക് കയറി അങ്ങ് പോയി. അപ്പോഴേക്കും ഉടനെ ജലജ വിളിക്കുകയാണ് കേട്ടോ, നയനെ എടി നയനേന്ന് വിളിക്കുമ്പം ജാനകി പറയാണ്, എടി നയനെ നീ അകത്ത് പോയൊരു ജ്യൂസ് എടുത്തോട്ട് വന്നേ, അനാമിക മോള് ക്ഷീണിച്ച് വന്നിരിക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും നയന പറയാണ്, ശരി ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറയുക. അപ്പോഴേക്കും ഉടനെ തന്നെ അകത്ത് പോയിട്ട് കാണാതെ വരുമ്പോഴേക്കും ജാനകി തന്നെ പറയും, ഇവൾ എത്ര നേരമായി ഒരു ജ്യൂസ് എടുക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ഇവൾ തിരിച്ചു വന്നില്ലല്ലോ, ഇവൾ അവിടെ എന്തെടുത്തിരിക്കുക. അപ്പോൾ ജലജ പറയാം, ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ അവൾ എന്തെടുക്കാന്ന്. അപ്പോൾ ജലജ അടുക്കളയിൽ ചെന്നിട്ട് നയനയോട് വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ, നീ ഇതുവരെ ജ്യൂസ് എടുത്തില്ലേ, എത്ര നേരമായിടി എന്ന് പറയുമ്പോൾ നയന പറയാണ്, അത് ഫ്രിഡ്ജിൽ ഇരിക്കുന്ന മാങ്ങ എടുത്ത് ചെത്തി മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കി അതിൽ പാലും പഞ്ചസാരയൊക്കെ ചേർക്കട്ടെ, അതിനേ സമയമെടുക്കും, സ്വിച്ച് ഇട്ടാലൊന്നും വരില്ല, നിങ്ങൾ വേണമെങ്കിൽ അവിടെ പോയി നിന്നോ, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറയുക. ആ ജ്യൂസുമായിട്ട് നയന വരികയാണ് കേട്ടോ. നയന വരുമ്പം ഉടനെ തന്നെ നമ്മുടെ ജലജ പറയുന്നുണ്ട്, അവളവിടെ ചുമ്മാ വായും പൊളിച്ച് നിൽക്കുക ജ്യൂസ് എടുക്കാൻ പറഞ്ഞിട്ട് എന്ന് പറയുക. അങ്ങനെ നയന ജ്യൂസുമായിട്ട് വരുമ്പോഴേട്ട് അനാമികയ്ക്ക് കൊടുക്കുകയാണ്. അനാമിക അത് മേടിച്ച് കുടിക്കുകയാണ്. കുടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അനാമികയ്ക്ക് ഇതൊന്നും കഴിക്കാനേ പറ്റുന്നില്ല. അനാമിക തുപ്പുകയാണ്. തുപ്പിയിട്ട് ചോദിക്കുക, ഇതെന്താ മാംഗോ ജ്യൂസോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഉടനെ നയന പറയുന്നുണ്ട്, അതേ മാംഗോ ജ്യൂസാണ്. മാംഗോ ജ്യൂസ്, ഞാൻ മാംഗോ ജ്യൂസ് കഴിക്കില്ല എന്നറിയില്ലേ, എനിക്കത് അലർജിയാണ്, എന്നെ കൊല്ലാൻ വേണ്ടിയല്ലേ നീ ഇത് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്, എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് മതിയായിരുന്നു. അപ്പം നയന പറയാണ്, ഫ്രിഡ്ജിൽ പൈനാപ്പിളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് മാങ്ങ എടുത്ത് ജ്യൂസ് അടിച്ചത് എന്ന് പറയുമ്പോൾ ജലജ പറയാം, ഫ്രിഡ്ജിൽ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, നിനക്ക് പറ്റില്ലായിരുന്നു അത് ചെത്താനൊന്നും, അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ നയന പറയാം, അങ്ങനെയൊന്നും അല്ല, എനിക്ക് പൈനാപ്പിൾ ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറയാം, അത് തന്നെയല്ല അനാമികയ്ക്ക് ഇത് അലർജിയാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഉടനെ അനാമിക ആ ജ്യൂസ് എടുത്ത് മുഖത്തേക്ക് ഒഴിക്കുകയാണ് നയനയുടെ. എന്നിട്ട് പറയാണ്, എന്നാൽ കൊണ്ടുപോ, എന്നെ കൊല്ലാൻ വേണ്ടി അവൾ കുറച്ച് ജ്യൂസും കൊണ്ട് വന്നിരിക്കുകയാണ്, മനഃപൂർവ്വം ചെയ്തതാണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ജാനകിയും പറയാ, ശരിയാ, നീ മനഃപൂർവ്വം ചെയ്തതല്ലേ അനാമിക മോളെ കൊല്ലാനായിട്ട്, നീ ഇതും ചെയ്യും ഇതിൻ്റെ അപ്പുറവും ചെയ്യും, പാലിലൊക്കെ വിഷം ചേർത്തവളല്ലേ നീ എന്നൊക്കെ ചോദിച്ച് അങ്ങ് തകർക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയാണ് കേട്ടോ, ജാനകി നീ വെറുതെ നയനെ കുറ്റം പറയരുത്, അവളിപ്പോൾ ജ്യൂസ് അടിച്ചുകൊണ്ട് വന്നു, അനാമികയ്ക്ക് മാംഗോ ജ്യൂസേ പറ്റില്ല എന്ന് നിനക്കറിയായിരുന്നോ എന്ന് ചോദിക്കുമ്പം ജാനകി മിണ്ടുന്നില്ല കേട്ടോ. എനിക്കറിയില്ലായിരുന്നു, ഞാനിവളോട് സംസാരിക്കാറുള്ളതാണ്, പക്ഷേ ഇവൾക്ക് മാംഗോ ജ്യൂസ് അലർജിയാണെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല, പിന്നെ എങ്ങനെയാണ് നയനെ അറിയുന്നത്, അവളതറിഞ്ഞൊന്നും കൊണ്ടുവന്നതല്ല, അനാമികയ്ക്ക് ദ്രോഹം വരാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല, വെറുതെ ഒന്നും നയനെ കുറ്റപ്പെടുത്താൻ ആരും നിൽക്കണ്ട, ജ്യൂസ് വേണ്ടെങ്കിൽ അനാമിക കുടിക്കണ്ട, അത്രയേ ഉള്ളൂ, അല്ലാതെ നയനയുടെ മുഖത്തഴിച്ചുണ്ടല്ലോ ഇനി മേല ഇങ്ങനെയുള്ള സംഭവം ഇവിടെ ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാണ് കേട്ടോ ദേവയാനി.
നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്